കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന വയനാട്ടിലേക്കാണ് ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ്. വയനാട് ഞങ്ങൾ രണ്ടുപേരുടെയും വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസ് ആണ്. 2 ദിവസത്തെ ലീവ് മാത്രമാണ് ജോയ്സിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ദിവസത്തിനുള്ളിൽ പോയി വരാൻ പറ്റുന്ന നല്ലൊരു ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ വയനാട് തന്നെ ചൂസ് ചെയ്തത്. ബൈക്കിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇരിട്ടിയിൽ നിന്ന് വയനാട്ടിലോട്ട് ഏകദേശം ഒരു 92 കിലോമീറ്റേഴ്സാണ് ഡിസ്റ്റൻസ് ഉള്ളത്. ഇരിട്ടിയിൽ നിന്ന് കണിച്ചാറ് വഴി പാൽച്ചുരം കയറിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. തമിഴ്നാടായിട്ടും കർണാടകയായിട്ടും ബോർഡർ ഷെയർ ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു ഡിസ്ട്രിക്റ്റാണ് വയനാട്. ഇതിൻ്റെ ഒരു സൈഡ് കൂർഗും മറ്റേ സൈഡ് മൈസൂരുമാണ്. ഇവിടുത്തെ ക്ലൈമറ്റാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. ത്രൂ ഔട്ട് ദി ഇയർ ഇവിടെ തണുപ്പ് തന്നെയാണ്. എന്നാലും ഒക്ടോബർ ടു മെയ് ആണ് ബെസ്റ്റ് ടൈം ടു വിസിറ്റ്. ഇപ്പോൾ ഒരു 20-21 ഒക്കെയാണ് ടെമ്പറേച്ചർ ഉള്ളത്. നൈറ്റ് ആവുമ്പോൾ ഇത് ഇനിയും കൂടും, നല്ല തണുപ്പായിരിക്കും. ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കുറുവാദ്വീപിലേക്കായിരുന്നു. കുറുവാദ്വീപിൽ പോയി കഴിഞ്ഞ ശേഷം റിസോർട്ടിലേക്ക് പോകാമെന്നുള്ളതായിരുന്നു നമ്മളുടെ പ്ലാന്. പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും അവിടെ എൻട്രി ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. 735 പേർക്ക് മാത്രമേ ഒരു ദിവസം അവിടെ എൻട്രി ഉള്ളൂ. കോവിഡ് ആയതുകൊണ്ടാണ് ഈ റെസ്ട്രിക്ഷൻസ് ഉള്ളത്. 735 പേരായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ദ്വീപ് ക്ലോസ് ചെയ്യും. അതിനുശേഷം എത്തുന്നവർക്ക് ജസ്റ്റ് ചങ്ങാടത്തിൽ കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് പറ്റും. 2 പേർക്ക് 150 റുപ്പീസാണ് ഇവർ ഇതിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നത്. ഒരു 20 മിനിറ്റ്സൊക്കെ അവർ ചങ്ങാടത്തിൽ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ ചങ്ങാടത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ദ്വീപിൻ്റെ അകത്ത് കയറണം എന്നുള്ളവരെല്ലാം എന്താണെങ്കിലും രാവിലെ ഒരു 11 മണിക്ക് മുമ്പെങ്കിലും എത്തേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല, ക്ലോസ് ആയിട്ടുണ്ടാവും. രാവിലെ തിരക്ക് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഇത് 2 മണി വരെ ടിക്കറ്റ് നീണ്ടു നിൽക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ശനി ഞായർ 11 ആകുമ്പോഴത്തേക്കും തീരണം. കബനി നദിയിൽ ഏകദേശം 950ഓളം ഏക്കർ പരന്നു കിടക്കുന്ന ദ്വീപാണ് കുറുവാദ്വീപ്. റെയർ സ്പീഷീസായിട്ടുള്ള ബേർഡ്സും ഹെർബൽ പ്ലാന്റ്സ് ഒക്കെ ഈ ദ്വീപിനകത്തുണ്ട്. ഞങ്ങളെത്തുന്നതിന് കുറച്ച് മുമ്പാണ് മഴ പെയ്തിട്ടുണ്ടായത്. അതുകൊണ്ടാണ് വെള്ളത്തിന് ഈ കളറ്, ഒരു ഫുള്ള് ചെളി വെള്ളമൊക്കെ വന്നിട്ടാണ് ഈ കളറ്. ദ്വീപിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഡെൻസ് ഫോറസ്റ്റ് ആണ്. ഈവനിങ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ ഏരിയ ഫുള്ളായിട്ടുള്ളത്. അവരാണിത് കൺട്രോൾ ചെയ്യുന്നത്. 80 റുപ്പീസാണ് ഇവർ ഇവിടെ എൻട്രി ഫീ ആയിട്ട് ചാർജ് ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മളുടെ റിസോർട്ടിലേക്കാണ്. നമ്മളെ റിസോർട്ട് തിരുനെല്ലി അമ്പലമില്ലേ, അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മളുടെ റിസോർട്ട് വരുന്നത്. ഈ റോഡിൻ്റെ സൈഡൊക്കെ സൈൻ ബോർഡ്സ് വെച്ചിട്ടുണ്ട്, ആനിമൽ പാസിംഗ് ഉള്ളതാണ്. അപ്പോൾ റോഡിൽ വണ്ടി നിർത്താൻ പാടില്ല. അതേപോലെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടൊക്കെ കുരങ്ങന്മാരൊക്കെ ചത്തുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വനം വകുപ്പിൽ അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ സൈൻ ബോർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. നൈറ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വീലർ പോകുന്നതൊക്കെ കുറച്ച് റിസ്ക്കാണ്. എന്താണെങ്കിലും രാത്രി ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേഗം നമ്മളുടെ റൂമിലെത്തണം. അതാണിപ്പം നമ്മളിപ്പം പെട്ടെന്ന് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഇതാ 1-2 മാൻകുട്ടികളും പിന്നെ അതേപോലെ തന്നെ 2-3 കാട്ടുപോത്തൊക്കെ ഉണ്ടായിരുന്നു റോഡിൻ്റെ സൈഡ്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ലൈറ്റ് ഇല്ലാത്തത് കാരണം ഇരുട്ടായിരുന്നു കുറച്ച്. ഹായ്, ഇതാണ് ഞങ്ങളുടെ ഹണിമൂൺ സ്പോട്ട്, ജംഗിൾ റിട്രീറ്റ് വയനാട്. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. ഞങ്ങളിങ്ങനെ എത്തിയപ്പോൾ നൈറ്റ് ആയിട്ടുണ്ടായി. ലേറ്റ് ആയത് കാരണം ഞങ്ങൾക്ക് ഇതൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇത് ഫുള്ളി കാട്ടിൻ്റെ അകത്താട്ടോ. അപ്പോൾ നല്ല അടിപൊളി ആംബിയൻസാണ്. ജംഗിൾ റിട്രീറ്റ് ഇതാണ് അതിൻ്റെ പേര്, റിസോർട്ടിൻ്റെ പേര്. ഞങ്ങളിന്നലെ എത്തിയപ്പോൾ ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്, അത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല.
നല്ല തണുപ്പാണ് ഇതിനകത്ത്. ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് ഈ റിസോർട്ട് വരുന്നത്. അത് കാരണം നല്ല തണുപ്പ്, നല്ല നല്ല ആംബിയൻസാണ്. ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. നമ്മളുടെ റൂമിന് പുറത്തൊക്കെ കുരങ്ങന്മാരാണ്. ഈ മുകളിൽ, ഈ മരത്തിൻ്റെ മുകളിലൊക്കെ കുരങ്ങന്മാരുണ്ട്. ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു റിസോർട്ട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായത്. ഇതിൻ്റെ വ്യൂസ് എല്ലാം കാണിച്ചു തരാം. ഇത് പാറയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു പൂളാണ്. ഇപ്പം ഇതിനകത്ത് വെള്ളമില്ല. കോവിഡിന് ശേഷം ഇവർ പൂളിൽ വെള്ളമൊന്നും നിറച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ നല്ല അടിപൊളി കുക്കൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഇവർ ഉണ്ടാക്കിത്തരും. നൈറ്റൊക്കെ ആണെങ്കിലും നമ്മൾ പറയുന്ന ഫുഡൊക്കെ ഇവർ ഉണ്ടാക്കി തരും. നല്ല നല്ല സർവീസാണ് ഇവരുടെ. നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് ഈ റിസോർട്ടിൻ്റെ. രാവിലെ ഞങ്ങൾക്ക് ബ്രെഡ് ഉണ്ടായിരുന്നു. ബ്രെഡും ചീസും ഓംലേറ്റും, പിന്നെ അതേപോലെ തന്നെ അപ്പവും എഗ് റോസ്റ്റൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനെ വയനാട്ടിലുള്ള ആനിമൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ബോർഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഇവിടെ പുലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നൊക്കെ ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. അതേപോലെ നമ്മളുടെ റിസോർട്ടിന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, അതിനുള്ള സർട്ടിഫിക്കറ്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇന്ത്യാസ് ഫേവറേറ്റ് ഫാം സ്റ്റേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അടുത്തൊരു അരുവിയുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലത്തെ കുളിയൊക്കെ അരുവിയിൽ പോയിട്ട് അവിടെ നിന്ന് കുളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായത്. ഞങ്ങളുടെ റിസോർട്ടുകാർ ക്യാമ്പിങ്ങും ട്രെക്കിങ്ങൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഈ പുഴയുടെ സൈഡിൽ വെച്ചിട്ടാണ് അവർ സാധാരണ ക്യാമ്പിങ് നടത്താറ് എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത്. നല്ല തണുപ്പുണ്ട് പുഴയിൽ, നല്ല അടിപൊളി തണുപ്പാണ്. പിന്നെ ഞങ്ങളുടെ റിസോർട്ടിന് 4000 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. ട്രിവാഗോ പോലുള്ള ആപ്പ് വഴിയൊക്കെ ചെയ്യുവാണെങ്കിൽ ചിലപ്പം റേറ്റ് അതിലും കുറഞ്ഞിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഈ പുഴയിൽ നിന്ന് ഞാൻ അടിപൊളിയായിട്ട് കുളിക്കാം. വയനാട്ടിലെ ഏറ്റവും ഫേമസ് ആയ അമ്പലമായിട്ടുള്ള
തിരുനെല്ലി ക്ഷേത്രമാണിത്. ഇവിടെ മൊബൈൽ ഫോണും ക്യാമറയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള അമ്പലങ്ങളിലൊന്നാണ് ഈ തിരുനെല്ലി ക്ഷേത്രം. മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വനവാസ കാലത്ത് രാമലക്ഷ്മണന്മാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പൂജ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അമ്പലത്തിൻ്റെ പിറകിലുള്ള ഐതിഹ്യം. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ അമ്പലത്തിനെ കുറിച്ചുണ്ട്. ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി ഒഴുകുന്ന ബ്രഹ്മഗിരി പുഴ, ഈ പുഴയിൽ മുങ്ങിക്കുളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളെല്ലാം മാറുന്നൊക്കെയുള്ളതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. ഇവിടെ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കുറേ കടകളൊക്കെ ഉണ്ട്, അമ്പലത്തിന് ചുറ്റുമായിട്ട് കുറേ കടകളൊക്കെ ഉണ്ട്. കല്യാണത്തിനും കൂടെ കൂട്ടിയിട്ട് ആകെ 5 ദിവസത്തെ ലീവാണ് കിട്ടിയിട്ടുണ്ടായത്. അപ്പം ലീവൊക്കെ തീർന്നു. ഞങ്ങളങ്ങനെ നേരെ ഇനിയിപ്പോൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്.